സാജിദ് അജ്മലുണ്ട് പാലക്കാട്ട് നിന്ന്. സാജിദ് 40 കടന്നിരിക്കുന്നു. അതും ഒരു വിഷുപ്പകലിൽ, വിയർത്തൊലിക്കുന്ന ഒരു വിഷുപ്പകൽ നമുക്കൊക്കെ മനസ്സിൽ കാണാം പാലക്കാട്ടുകാരുടെ. എന്നൊക്കെ കഠിന ചൂടിലേക്ക് കേരളം പോകുന്നുവോ അതിൻ്റെ ഒരു പീക്ക് ഘട്ടം, അതിൻ്റെ ഒരു പീക്കിലേക്ക് അല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരുന്നവരാണ് പാലക്കാട്ടുകാർ. പക്ഷേ വൈദ്യുതി മന്ത്രിയും അത് നേരിട്ട് അനുഭവിക്കുന്ന ആളാണ് പാലക്കാട്ടുകാരൻ എന്ന സ്ഥിതിക്ക്. അപ്പോൾ ഇക്കുറി 40 ഡിഗ്രിയുടെ മുകളിലേക്ക് നേരത്തെ വരുന്നു എന്നാണോ, അതോ സാധാരണഗതിയിൽ വേനലിൽ ഈ മാസങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഏപ്രിൽ മാസം പകുതി എത്തുമ്പോഴൊക്കെ തന്നെയാണോ 40ലേക്ക് കടക്കാറ്? ആ ഒരു താരതമ്യം കൂടി സാജിദിന് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയൂ. ഒപ്പം 40 കടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്തെല്ലാം നിയന്ത്രണങ്ങൾ അവിടെ നടപ്പാക്കുന്നുണ്ട്? സൈഫുദ്ദീൻ, ഏപ്രിൽ മാസം പകുതിയോടുകൂടി സാധാരണ 40 ഡിഗ്രി, അത് കഴിഞ്ഞ വർഷങ്ങളിൽ 42 ഡിഗ്രി വരെ എത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അതിൻ്റെ ഒരു തീവ്രത, അതായത് ഒരു മനുഷ്യ ശരീരത്തിന് അതിൻ്റെ തീവ്രത കൂടുതലാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് അനുഭവിക്കുന്നുണ്ട്. നമുക്ക് AC-യോ ഫാനോ ഇല്ലാതെ ഒരു 2 മിനിറ്റ് പോലും ഇരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അത്രമേൽ ആളുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതോടൊപ്പം തന്നെ മറ്റ് ശാസ്ത്രീയ സംവിധാനങ്ങളും പറയണം. അത് UV കിരണങ്ങളുടെ ഈ തീവ്രത കൂടുതൽ ആണ് എന്നുള്ളത് കൊണ്ടാണ് എന്നതടക്കമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്രമേൽ ചൂടാണ് അനുഭവപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാം, പാലക്കാട് ചുരം എന്നുള്ളത് നമ്മൾ ഈ താമരശ്ശേരി ചുരം, അട്ടപ്പാടി ചുരം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ചുരമല്ല. അത് പശ്ചിമഘട്ടത്തിനിടയിലുള്ള കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു വിടവാണ്. ഈ വിടവ് വഴി തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റ് വലിയ തോതിൽ പാലക്കാട്ടേക്ക് അടിക്കുകയാണ്, വാളയാർ വഴി. ഇതാണ് ഇത്രമേൽ ചൂട് കൂടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ ആ തമിഴ്നാട്ടിൻ്റെ സമാനമായ ഒരു കാലാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഈ 40 ഡിഗ്രി ചൂടാണെങ്കിൽ കൂടി അത് ആളുകൾക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അതിശക്തമായ ചൂടായി മാറുന്നു. നിലവിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ നേരിട്ട് വെയിലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഈ ഒരു കാരണവശാലും അത്തരം ജോലികളിൽ ഏർപ്പെടരുത്. അത് തൊഴിൽ വകുപ്പിലെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാർക്ക് അത്തരമൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 18-ാം തീയതി വരെ സമാനമായ രീതിയിൽ ചൂട് തുടരുമെന്നും അതിനുശേഷം വേനൽ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. സൈഫുദ്ദീൻ, പാലക്കാട്ട് നിന്ന് സാജിദ് അജ്മൽ ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി